പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടപ്പാക്കി. ശത്രു രാജ്യത്തിനുള്ളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സായുധ സേന കൃത്യമായ ആക്രമണം നടത്തിയതിനെ തുടർന്ന് സംഘർഷം രൂക്ഷമായി. അതിനെ തുടർന്ന് മെയ് 10 ഉച്ചകഴിഞ്ഞ് ഇരുപക്ഷവും പരസ്പരം നൂതന മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് പരസ്പരം ആക്രമിച്ചു. ഏകദേശം 87 മണിക്കൂർ നീണ്ടുനിന്നു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ചർച്ചകൾ നടത്തി. എന്നാൽ യുദ്ധത്തിന് നല്ല പണം ചിലവാകുമെന്ന് നമുക്കറിയാം. നഷ്ടങ്ങൾ കണക്കിലെടുക്കാതെ ഡ്രോണുകൾ, വ്യോമാക്രമണങ്ങൾ, പീരങ്കികൾ, മിസൈലുകൾ തുടങ്ങിയ ആയുധങ്ങൾക്കായി ഇരു രാജ്യങ്ങളും വളരെയധികം തുക ചിലവഴിച്ചു. ഹ്രസ്വവും എന്നാൽ തീവ്രവുമായ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഓരോ രാജ്യവും എത്രമാത്രം ചിലവഴിച്ചുവെന്നും അവർക്ക് എന്ത് നഷ്ടമാണ് സംഭവിച്ചുവെന്നും നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാന് എന്ത് നഷ്ടമാണ് ഉണ്ടായത്? ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് 4500 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 4 F-16 ബ്ലോക്ക് 52 വിമാനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. ഇത് ഏകദേശം $350 മില്യൺ എന്ന് തിങ്ക് ടാങ്ക് ചക്ര ഡയലോഗ് ഫൗണ്ടേഷന്റെ റിപ്പോർട്ട് പറയുന്നു. ഏകദേശം $35 മില്യൺ വിലമതിക്കുന്ന ഒരു സാബ് ഏറിയ അവാക്സ് വിമാനവും പാകിസ്ഥാന് നഷ്ടപ്പെട്ടുവെന്നും $8 മില്യൺ വിലമതിക്കുന്ന 2 ഷഹീൻ ക്ലാസ് മിസൈലുകൾ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ട് അവകാശപ്പെട്ടു. ഇവ ഇന്ത്യൻ ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. $35 മില്യൺ വിലമതിക്കുന്ന IL-78 റീഫ്യൂവലിംഗ് ടാങ്കറും പാകിസ്ഥാന് നഷ്ടപ്പെട്ടുവെന്നും ഏകദേശം $6 മില്യൺ വില വരുന്ന തുർക്കിഷ് ഹെറാക്ടർ TB2 UCAV ഡ്രോണുകൾ ഇന്ത്യ നിർവീര്യമാക്കിയെന്നും CDF റിപ്പോർട്ട് അവകാശപ്പെട്ടു. റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ ഉപരിതല വിമാന മിസൈൽ പ്രതിരോധ സംവിധാനം 2 പാകിസ്ഥാൻ F-16 യുദ്ധവിമാനങ്ങളെ വെടിവെച്ചു വീഴ്ത്തി. ഇന്ത്യൻ വ്യോമസേന സർഗോദ വ്യോമത്താവളത്തിൽ കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഏകദേശം $100 മില്യൺ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിൽ 29,000 കോടി രൂപയുടെ ഏകദേശം $3.4 ബില്യൺ നാശനഷ്ടം വരുത്തിയതായി റിപ്പോർട്ട് അവകാശപ്പെട്ടു. ഇനി ഇന്ത്യക്ക് എത്ര നഷ്ടം സംഭവിച്ചു? ഇന്ത്യയുടെ നഷ്ടം പാകിസ്ഥാനേക്കാൾ വളരെ കുറവായിരുന്നു. പ്രധാനമായും ഇന്ത്യയുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ റഷ്യൻ നിർമ്മിത S-400 ട്രയംഫ്, ഡൽഹിയിലേക്ക് തൊടുത്തുവിട്ട ഫത്ത മിസൈൽ ഉൾപ്പെടെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും നിർവീര്യമാക്കി. അതുപോലെ ആകാശ് മിസൈൽ സംവിധാനവും വളരെ നല്ല രീതിയിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ശക്തമാക്കിയ ഒന്നായിരുന്നു. റാഫേൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർത്തതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്ലാമാബാദ് അവരുടെ അവകാശവാദങ്ങൾക്ക് വിശ്വസനീയമായ ഒരു തെളിവും ഹാജരാക്കിയില്ല. തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സോഷ്യൽ മീഡിയയിൽ തെളിവുകൾ തേടാൻ പറഞ്ഞത് ആഗോളതലത്തിൽ തന്നെ ട്രോളിന് വിധേയമായിട്ടുണ്ട്. എന്നിരുന്നാലും പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ 15 ബ്രഹ്മോസ് മിസൈലുകൾ അയച്ചതായും ഓരോന്നും ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ പതിച്ചതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഈ മിസൈലുകൾ ഓരോന്നും നിർമ്മിക്കാൻ 34 കോടി രൂപ ചെലവാകും. അതിനാൽ പാകിസ്ഥാനിൽ ബ്രഹ്മോസ് മിസൈൽ തൊടുത്തുവിടാൻ ഇന്ത്യൻ സായുധ സേനയ്ക്ക് 510 കോടി രൂപയാണ് ചെലവായത്. എന്നാൽ പാകിസ്ഥാൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഉണ്ടായ നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. ഇന്ത്യക്ക് അങ്ങനെ ഒരു സൈനിക താവളത്തിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടില്ല. യാതൊരു സ്ഥലത്തും പാകിസ്ഥാന് കൃത്യമായി ആക്രമണം നടത്താൻ സാധിച്ചില്ല. കാരണം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ശക്തമാണ്. ചൈനയുടെ പല അഭിമാന ആയുധങ്ങളെയും ഇന്ത്യ അടിച്ചു നിലത്തിട്ടു എന്നിപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തുർക്കിയുടെയും ചൈനയുടെയും ആയുധങ്ങളെ നിർവീര്യമാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു എന്നതുകൊണ്ട് ഇന്ത്യയിൽ നാശനഷ്ടങ്ങളൊന്നും അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും പാകിസ്ഥാൻ അതിർത്തിയിൽ നടത്തിയ, അതായത് പാകിസ്ഥാൻ എന്ന ഭീരു രാഷ്ട്രം അതിർത്തിയിൽ നടത്തിയ ഷെല്ലിങ്ങിൽ സാധാരണക്കാരുടെ വീടുകൾ നഷ്ടപ്പെട്ടത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ച് നഷ്ടം.